അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ച് ജനപ്രതിനിധികളുടെ പ്രതിഷേധം. 17ലേറെ ഉദ്യോഗസ്ഥരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞുവച്ചിരിക്കുന്നത്. വിവിധ മേഖലകളിൽ ഉൾപ്പെട്ട 53 ലക്ഷം രൂപയുടെ ഫണ്ട് ഇന്ന് DPCക്ക് പോയില്ലെങ്കിൽ ലാപ്സാകുമെന്നതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ച് പ്രതിഷേധിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരെത്തി ലാപ്സാകുന്ന തുകയ്ക്ക് ഉറപ്പ് നൽകിയാൽ മാത്രമേ പ്രതിഷേധം പിൻവലിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാരും. ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓഫീസ് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നായിരുന്നു പ്രതിഷേധം. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിഷേധം തുടരുകയാണ്. ഉദ്യോഗസ്ഥർ കൃത്യമായി ഫയലിൽ ഒപ്പിടുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. സ്ത്രീകളടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഓഫീസിനുള്ളിലാണ്. ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറെ ഉൾപ്പെടെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 53 ലക്ഷം രൂപയുടെ റിവിഷൻ പദ്ധതി ഇന്ന് 10-ാം തീയതി വൈകുന്നതിനകത്ത് വെച്ച് റിവിഷൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. 6-ാം തീയതി പ്രസിഡന്റ് എന്നുള്ള നിലപാടിൽ എന്നെ വിളിച്ച് പറയുകയും 6-ാം തീയതിയുടെ അന്ന് തന്നെ 8-ാം തീയതി 2:30 അടിയന്തര കമ്മിറ്റി കൂടണമെന്ന് ചുമതലയുള്ള ജോയിന്റ് BDAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനു മുന്നേ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് ജോയിന്റ് BDAക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര കമ്മിറ്റിക്ക് ജനപ്രതിനിധികളെ അറിയിക്കുകയോ നിർവഹണ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയോ ഒന്നും തന്നെ ഈ ജോയിന്റ് BDA ചെയ്തില്ല. JDയെ 12 മണി മുതൽ വിളിക്കുകയാണ്. JD വരാൻ ഒരു മീറ്റിംഗിലാണെന്നുള്ള അഭിപ്രായമാണ് അറിഞ്ഞത്. വിവിധ മേഖലകളിൽ ഉൾപ്പെട്ട 53 ലക്ഷം രൂപയാണ് ഇന്ന് റിവിഷനില് DPCക്ക് പോകേണ്ടത്. ഇന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഫണ്ട് ലാപ്സ് ആകും. ആരോഗ്യ മേഖല, ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ ഉണ്ട്. ആരോഗ്യ മേഖലയിൽ എന്ന് പറഞ്ഞാൽ രോഗികൾക്കുള്ള മരുന്ന് വാങ്ങൽ പ്രോജക്റ്റ് ഉണ്ട്. സെക്കൻഡറി പാലിയേറ്റീവ് കെയറിന്റെ പ്രോജക്റ്റ് ഉണ്ട്. നൈറ്റ് ഡോക്ടർമാർക്ക് സാലറി കൊടുക്കാനുള്ള പ്രോജക്റ്റ് ഉണ്ട്. അതിലുപരിയായിട്ട് ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് വരെ ഈ ഫണ്ടിനകത്താണ് ഉള്ളത്. ഇന്ന് ഈ റിവിഷന്റെ പദ്ധതി എൻട്രി ചെയ്ത് പോയാൽ മാത്രമേ നമ്മളെ ഈ പ്രതിഷേധ യോഗം നിർത്തുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മേലധികാരികൾ ഇവിടെ വന്ന് ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഈ 53 ലക്ഷം രൂപയും റിവിഷനിൽ ഉൾപ്പെടുത്തി പോകും എന്നുള്ള വാക്ക് രേഖാമൂലം ഞങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട്. 4-ാം തീയതി വന്ന പ്രോജക്റ്റ് ആണ്. 6-ാം തീയതി മുതൽ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. റിവിഷന്റെ ലാസ്റ്റ് ഡേറ്റ് 10-ാം തീയതിയാണ്. അതിനു മുന്നേ അടിയന്തര കമ്മിറ്റി 8-ാം തീയതിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനു മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ളത് മേലുദ്യോഗസ്ഥൻ എന്നുള്ള നിലപാടിൽ ജോയിന്റ് BDAയുടെ അടുത്ത് ബോധിപ്പിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളടക്കം രേഖാമൂലവും കൊടുത്തിട്ടുണ്ട്. കൊടിയ അനാസ്ഥയാണ് ഇവരുടെ നടപടി, ഇവരുടെ രീതി. പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ചർച്ചകളും നടന്നു വരുന്നു.